പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം, ശാസ്ത്രീയത, ശാസ്ത്രബോധം ഇതൊക്കെ അങ്ങ് വലിയ സംഭവങ്ങളായി നമ്മുടെ ഇടയിൽ ഇന്നിപ്പോൾ വലിയ ചർച്ചാ വിഷയമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശാസ്ത്രബോധമുള്ളവരായിരിക്കണം, അന്ധവിശ്വാസങ്ങൾക്കടിമകളാവരുത്, വിശ്വാസമല്ല ശാസ്ത്രമാണ് വലുത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാദമുഖങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തോ ഒരു വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. എന്നാൽ ഞാനൊരു ചരിത്രം പറയാം. അതായത് നമ്മൾ പറയുന്ന ഈ ശാസ്ത്രം ഒരു വലിയ അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ 10-200 വർഷങ്ങളോളം പാഞ്ഞു നടന്ന ഒരു ചരിത്രമാണത്. 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിന് പിന്നാലെയാണ് ഈ ശാസ്ത്രീയ അറിവുകളുടെ ഒരു വലിയ വേലിയേറ്റമുണ്ടായത്. ഐസക് ന്യൂട്ടൺ, ഗലീലിയോ, പിന്നീട് അങ്ങനെയുള്ള അവർ തുടങ്ങി വെച്ച ആ ഒരു വലിയ മുന്നേറ്റം സത്യത്തിൽ മനുഷ്യൻ്റെ ചരിത്രത്തിനെ തന്നെ മാറ്റിമറിക്കുക തന്നെ ചെയ്തു. വലിയ 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 കണ്ടെത്തലുകളുണ്ടായി. ഐസക് ന്യൂട്ടൺ ആ കാലത്തെ ഒരു വലിയ വടവൃക്ഷം തന്നെയായി മാറി. ന്യൂട്ടനെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ലാത്ത ഒരവസ്ഥ വന്നു. ന്യൂട്ടൺ സത്യത്തിൽ ഒരു ആൾദൈവം തന്നെയായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ ചില കാര്യങ്ങൾ പിടികിട്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ കാലമാണത്. അങ്ങനെ പിടികിട്ടാപ്പുള്ളിയായി നിന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു പ്രതിഭാസമാണ് പ്രകാശം എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രകാശം എന്നുള്ളതിൻ്റെ പിറകെ ശാസ്ത്രലോകം ഒരുപാട് അലഞ്ഞു നടന്നിട്ടുണ്ട്, ഒരുപാട് പരക്കം പാഞ്ഞിട്ടുണ്ട്. കാരണം പ്രകാശത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് റിഫ്ലക്റ്റ് ചെയ്യും, ഒരു കണ്ണാടി പ്രതലത്തിൽ അത് പ്രതിഫലിക്കും. അതിന് റിഫ്രാക്ഷൻ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് സാന്ദ്രത കൂടിയ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് അതിൻ്റെ പാതയ്ക്ക് വ്യത്യാസം വരും. അതാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ലൈറ്റിന് അഥവാ പ്രകാശത്തിന്. ഈ പ്രതിഭാസങ്ങളെ മുഴുവൻ, ഈ പ്രത്യേകതകളെ മുഴുവൻ ശാസ്ത്രീയമായി വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു 17, 18, 19 നൂറ്റാണ്ടുകളിൽ ശാസ്ത്രലോകം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഐസക് ന്യൂട്ടൺ അതിൻ്റെ ഒരു വിശദീകരണം കൊണ്ടുവന്നു. അതാണ് കോർപ്പസ്കുലാർ തിയറി എന്ന് പറയും, ലൈറ്റിൻ്റെ കോർപ്പസ്കുലാർ തിയറി. അതായത് പ്രകാശം എന്ന് പറയുന്നത് കണങ്ങളാണ്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസാണ് പ്രകാശം എന്ന് പറയുന്നത്. കോർപ്പസ്കുലാർ തിയറി ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ 2 പ്രോപ്പർട്ടികൾ മാത്രമേ വിശദീകരിക്കാൻ സാധിച്ചുള്ളൂ. ഒന്ന് റിഫ്ലക്ഷൻ, മറ്റൊന്ന് റിഫ്രാക്ഷൻ. എന്നാൽ ബാക്കിയുള്ള പ്രോപ്പർട്ടികളൊക്കെ എന്ത് ചെയ്യണം, ഇതെന്താണ് എന്നറിയാതെ എങ്ങനെ കിടന്നു. അങ്ങനെ ഇരിക്കവെയാണ് ആ ക്ലാസിക്കൽ ഫിസിക്സിലെ തന്നെ, ആ കാലഘട്ടത്തിലെ തന്നെ വലിയൊരു ശാസ്ത്രജ്ഞനായ ക്രിസ്റ്റ്യൻ ഹൈജൻസ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്, വേവ് തിയറി ഓഫ് ലൈറ്റ്. അദ്ദേഹത്തിൻ്റെ ആ തിയറി പ്രകാരം പ്രകാശം എന്നത് തരംഗങ്ങളാണ്. വെള്ളത്തിലൊക്കെ ഒരു കല്ല് വീഴുമ്പോൾ തരംഗങ്ങൾ ഉണ്ടാവുന്നില്ലേ, ശബ്ദം നമ്മൾ കേൾക്കുന്നത് തരംഗ രൂപത്തിലല്ലേ. അങ്ങനെയുള്ള തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ആ തരംഗ സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ ഒട്ടുമിക്ക പ്രോപ്പർട്ടികളെയും വിശദീകരിക്കാൻ സാധിച്ചു. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അങ്ങനെ ഒട്ടുമിക്ക പ്രോപ്പർട്ടികളും വിശദീകരിക്കാൻ തരംഗ സിദ്ധാന്തത്തിന് കഴിഞ്ഞു. പക്ഷേ ഈ സിദ്ധാന്തത്തിനൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, തരംഗങ്ങൾ വെറുതെ സഞ്ചരിക്കുകയില്ല. അത് ഒരു മാധ്യമത്തിൽ കൂടെ മാത്രമേ തരംഗങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ. ഒരാൾ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു മാധ്യമം ഉണ്ടാവണം. ഇവിടെ വായു എന്നതൊരു മാധ്യമമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ അത് വായുവിലുണ്ടാക്കുന്ന കമ്പനങ്ങളാണ് അപ്പുറത്ത് കേൾക്കുന്നത്, അവിടെ സ്വീകരിക്കപ്പെടുന്നത്.
നമ്മുടെ ഇടയിൽ വായു എന്ന ഒരു മണ്ഡലമില്ലെങ്കിൽ, വായു എന്ന പ്രതിഭാസമില്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് പോലും കേൾക്കാൻ കഴിയുകയില്ല. അതാണ് തരംഗങ്ങളുടെ പ്രത്യേകത. തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു മാധ്യമം അത്യാവശ്യമാണ്. മാധ്യമങ്ങളില്ലാതെ തരംഗങ്ങളില്ല. അപ്പോൾ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ കിടക്കുന്ന സൂര്യനിൽ നിന്ന് പ്രകാശം എങ്ങനെ സഞ്ചരിച്ച് ഭൂമിയിലെത്തുന്നു? ഇതിൻ്റെ ഇടയിൽ ഒരു തരംഗമില്ലേ? പ്രകാശവർഷങ്ങൾക്കപ്പുറം കിടക്കുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് എങ്ങനെ പ്രകാശം ഭൂമിയിലെത്തുന്നു? അതെങ്ങനെ നമ്മൾ കാണുന്നു? പ്രകാശം തരംഗമാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു മാധ്യമം ഉണ്ടായേ തീരൂ. പിന്നീടാണ് ശാസ്ത്രലോകം ആ ഒരു മിത്തിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിൽ ആരംഭിച്ചത്. അങ്ങനെ ആകാതിരിക്കാം എന്ന് ചിന്തിക്കാൻ അന്നത്തെ ശാസ്ത്രലോകം തയ്യാറായില്ല. കാരണം ന്യൂട്ടൺ എന്ന വടവൃക്ഷം അവിടെ നിൽക്കുകയാണ്. ഒടുവിൽ അങ്ങനെയൊരു മാധ്യമമുണ്ട്, തീർച്ചയായും ഉണ്ട് എന്നങ്ങോട്ട് വിശ്വസിച്ചു. എന്നിട്ട് ആ മാധ്യമത്തിനൊരു പേരുമിട്ടു. സാങ്കല്പിക മാധ്യമത്തിനിട്ട പേരാണ് ഈഥർ. പിന്നീട് 100-200 വർഷത്തോളം ശാസ്ത്രലോകം ഈ ഈഥറിനെ കണ്ടെത്താനുള്ള ഒരു പരക്കമ്പാച്ചിലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു. ചില ശാസ്ത്രജ്ഞന്മാർ അവരുടെ ജീവിതം മുഴുവൻ ഈഥറിനെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചു. നിശ്ചലമായൊരു തടാകത്തിൽ കൂടെ ഒരു തോണി ചലിക്കുമ്പോൾ അതിൻ്റെ ഇരുവശത്തും പിന്നിലുമായി ഓളപ്പാത്തികൾ രൂപപ്പെടാറില്ലേ? അതേപോലെ അതിവേഗതയിൽ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ഈഥറിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഈഥറിൻ്റെ തരംഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെയുള്ള തരംഗങ്ങൾ കണ്ടെത്തിയാൽ ഈഥറിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാമല്ലോ എന്ന് കരുതിയുള്ള പരീക്ഷണങ്ങളും നടന്നു. അന്ന് ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട്. ഈ ഈഥറിന് ഒരു അതിന് രാസഗുണങ്ങളില്ല, അതിന് മറ്റ് പ്രത്യേകതകളില്ല, അതില്ല ഇതില്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു നിർഗുണ പരബ്രഹ്മമായ എന്തോ ഒരു സാധനമാണ് ഈഥർ എന്നാണ് അന്ന് ശാസ്ത്രലോകം വിശ്വസിച്ചത്. ഈഥറിൻ്റെ തരംഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈഥറിൻ്റെ സാന്നിധ്യം ഒരു തരത്തിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ പ്രകാശം സൂര്യനിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ട്, നക്ഷത്രങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്, നമ്മളിവയൊക്കെ കാണുന്നുമുണ്ട്, പ്രകാശം ഇതുവഴിയെല്ലാം സഞ്ചരിക്കുന്നുമുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈഥറിനെ മാത്രം നമുക്ക് പിടികിട്ടിയിട്ടില്ല. ഇല്ലാത്ത ഒന്നിനെ കണ്ടെത്താൻ കഴിയില്ലല്ലോ. പക്ഷേ എന്നാൽ പോലും ഈഥർ എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഈ തിയറി തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം അന്നത്തെ ശാസ്ത്രലോകത്തൊരു കുഞ്ഞിന് പോലും ഉണ്ടായില്ല. കാരണം ന്യൂട്ടൺ പറഞ്ഞു, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ തിയറി പറഞ്ഞു, ന്യൂട്ടൻ്റെ ആ സമൂഹം പറഞ്ഞു, എന്നാൽ പിന്നെ അതിന് അപ്പീലില്ല എന്ന ഒരു അന്ധവിശ്വാസത്തിൻ്റെ പിന്നിൽ അന്ന് ശാസ്ത്രലോകം ഉറച്ചു നിന്നു. പിന്നീട് ഈഥർ എന്ന പിടികിട്ടാപ്പുള്ളിയെ ഒഴിവാക്കാൻ ക്ലാർക്ക് മാക്സ്വെൽ എന്ന ശാസ്ത്രജ്ഞൻ വേണ്ടി വന്നു. പ്രകാശം എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ്. വൈദ്യുത മണ്ഡലത്തിൻ്റെയും കാന്തിക മണ്ഡലത്തിൻ്റെയും തുടർച്ചയായ ചലനങ്ങളാണ് ഈ പ്രകാശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല എന്ന് പ്രൂവ് ചെയ്തു. അതോടുകൂടിയാണ് ഈഥർ എന്ന പിടികിട്ടാപ്പുള്ളിയോട് ശാസ്ത്രലോകം വിട പറഞ്ഞത്. എങ്കിലും ഈഥർ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മൈക്കൽസണും മോർലിയും ചേർന്ന് നടത്തിയ വിഖ്യാതമായ മൈക്കൽസൺ മോർലി പരീക്ഷണവും നടന്നു. അതും ഈഥറിനെ കണ്ടെത്താൻ വേണ്ടി തന്നെയായിരുന്നു. ആ പരീക്ഷണവും പരാജയപ്പെട്ടു. അതോടുകൂടി ഈഥർ എന്നൊരു സാധനം ഇല്ല എന്ന് തന്നെ ശാസ്ത്രലോകം വിശ്വസിച്ചു. അപ്പോഴേക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വരികയും ചെയ്തു. സുഹൃത്തുക്കളെ, ഒന്നും രണ്ടുമല്ല, 1.5 നൂറ്റാണ്ടാണ് ഇങ്ങനെയൊരു അന്ധവിശ്വാസത്തിൻ്റെ പിന്നിൽ ശാസ്ത്രലോകം ഓടിപ്പാഞ്ഞ് നടന്നത്. പക്ഷേ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിക്കും പ്രകാശത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടികളെയും വിശദീകരിക്കാൻ സാധിച്ചില്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയുണ്ട്. ചില പ്രത്യേക ലോഹങ്ങളുടെ പ്രതലത്തിൽ
പ്രകാശം പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരും. ഇത് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രകാശത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി വിശദീകരിക്കാൻ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിക്കും കഴിഞ്ഞില്ല. അത് വിശദീകരിക്കാൻ മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ നടത്തിയ അതിവിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം വേണ്ടി വന്നു, ഒരു തിയറി വേണ്ടി വന്നു. അതാണ് ക്വാണ്ടം തിയറി അഥവാ ക്വാണ്ടം മെക്കാനിക്സ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പ്രകാശം സഞ്ചരിക്കുന്നത് തരംഗങ്ങളുടെ പാക്കറ്റുകളായിട്ടാണ്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് കൂടുതൽ കടക്കുന്നില്ല, കുറച്ച് ഗഹനമാണത്. ആ ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചത്. പക്ഷേ ഈ ക്വാണ്ടം തിയറി എന്നത് അന്ന് വരെയുള്ള ശാസ്ത്രീയ ധാരണകളെ മുഴുവനും കടപുഴക്കുന്നതായിരുന്നു. മാക്സ് പ്ലാങ്ക് ഈ ക്വാണ്ടം തിയറി കണ്ടെത്തിയതിന് ശേഷം, അദ്ദേഹം അത് ആവിഷ്കരിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തുവിടാതിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ തിയറി ന്യൂട്ടൺ എന്ന വടവൃക്ഷത്തിനെ കടപുഴക്കുന്നതാണ്. ന്യൂട്ടൺ തെറ്റാണ് എന്ന് പറയുന്നതാണ്. അത് പറയാനുള്ള ധൈര്യം മാക്സ് പ്ലാങ്കിനും ഉണ്ടായില്ല. അത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് ചെയ്തത്. അങ്ങനെ 250 വർഷത്തോളം ഈ ശാസ്ത്രലോകത്ത് വിരാജിച്ച ഐസക് ന്യൂട്ടൺ എന്ന വടവൃക്ഷം കടപുഴകുകയായിരുന്നു ഐൻസ്റ്റീൻ എന്ന മഹാപ്രതിഭയുടെ മുൻപിൽ. ശാസ്ത്രലോകം അത് അംഗീകരിച്ചില്ല. ആദ്യമൊക്കെ ഭയങ്കരമായി എതിർത്തു നിന്നു. പക്ഷേ അത് പ്രൂവ് ചെയ്തതോടുകൂടി അംഗീകരിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ, ഇല്ലാത്തൊരു വസ്തുവിൻ്റെ പിന്നാലെ ന്യൂട്ടൺ പറഞ്ഞു, അല്ലെങ്കിൽ ഹൈജൻസ് പറഞ്ഞു, അല്ലെങ്കിൽ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു എന്ന കാരണം കൊണ്ട് മാത്രം വെടികൊണ്ട പന്നിയെപ്പോലെ ഓടി നടന്ന ഒരു ചരിത്രം ശാസ്ത്ര ലോകത്തിനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ശാസ്ത്രബോധം, സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഞെളിഞ്ഞ് നടക്കുന്നവർ ഇങ്ങനെയൊരു ചരിത്രത്തിനെ കൂടി ഓർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.